എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീൻകറി വെക്കാവേ. അതിനായിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയ മീൻ കുറച്ച് വെള്ളത്തിലേക്ക് വിനാഗിരി ഒഴിച്ച് അതിലേക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 3-4 പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം സവോള അരിഞ്ഞത്. ഇനി ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ഉലുവായും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അളന്നെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അത്യാവശ്യം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ പൊടി കരിഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യമായ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 അടപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ തീ ഒരു സിമ്മിലേക്കാക്കി കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മീൻകറി എല്ലാം നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.